സ്റ്റൈഫൻഡായിട്ട് തന്നെ ഏകദേശം ഒരു 20,000 25,000-നകത്ത് അവർക്ക് സ്റ്റൈഫൻഡ് തന്നെ കിട്ടും. ഇത്രയും മാത്രം വേൾഡ് വളർന്നുകൊണ്ടിരിക്കുകയാണ്, ബിൽഡിങ്ങുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കേരളത്തിൽ തന്നെ പഴയ സംഭവം അല്ലല്ലോ ഇപ്പോൾ വരുന്നത്. ഡിപ്ലോമ, ബിടെക്, ഈ ഗ്രാജുവേഷൻ കഴിഞ്ഞവർക്കാണ് ഫസ്റ്റ് പ്രിഫറൻസ് ഇവിടെ കൊടുക്കുക. ട്രെയിനിങ് എന്നുള്ള രീതിയിലല്ല ആളെ എടുക്കുക. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വന്നു, ട്രെയിനിങ് കഴിഞ്ഞ് പറഞ്ഞു വിടുന്നു എന്നുള്ള രീതി ആയിരിക്കും. ഗ്ലോബലി ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത് ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തും. ചിലർക്ക് നല്ലപോലെ മാനേജ് ചെയ്യാനായിരിക്കും അറിയുന്നത്, ചിലർ സൈറ്റ് എൻജിനീയറിംഗ് ആയിരിക്കും കൂടുതൽ, ചിലപ്പോൾ IT മാനേജ്മെൻ്റ് ആയിരിക്കും, ചിലർക്ക് IT കൺസൾട്ടൻ്റ് എന്നുള്ള ഇതായിരിക്കും വരുന്നത്, ചിലർക്ക് വർക്ക് ചെയ്യാനുള്ള നേരം. അതിൻ്റെ കൂടത്തിൽ തന്നെ ഏറ്റവും വലിയ നമ്മൾ കൊടുക്കുന്ന ഒരു ഓഫർ എന്ന് പറയുന്നത് 100% ജോബ് അഷ്വേർഡാണ്. ഇത് എവിടുന്നാണ് ജോബ് കൊടുക്കുന്നത് അതറിയോ? വേൾഡ് വൈഡ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ബിൽഡിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന മേഖലയിൽ പ്രൊഫഷണൽസിനെ സൃഷ്ടിക്കുക എന്ന ഉദ്ദേശത്തിൽ തുടങ്ങിയ സംരംഭമാണ് കേവ്സ്. കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി പരിചയപ്പെടാം. വെൽക്കം സാർ. സാറ് പറഞ്ഞിരുന്നല്ലോ കേവ്സിനെ പറ്റിയിട്ടും, കേവ്സ് എന്നൊരു സംരംഭം ഇത്രയും എത്തിയിരിക്കുന്നു, ഒരു പുതിയ അക്കാഡമി തുടങ്ങണം എന്നൊക്കെ. ഇപ്പം എന്തായിരുന്നു ഈ കേവ്സ് തുടങ്ങാനുള്ള പിന്നിലെ ഐഡിയയും ഒക്കെ ഒന്ന് പറഞ്ഞു തരുമോ? ഏകദേശം അന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ഒരു 10 വർഷം മുമ്പ് നമ്മളൊരു പ്ലാൻ ചെയ്ത ഒരു ഓൺ ജോബ് ട്രെയിനിങ് എന്നുള്ള രീതിയിൽ. അന്ന് നമ്മൾ ഉദ്ദേശിച്ചതെന്ന് പറയുന്നത് ഒരു നമ്മുടെ സ്ഥാപനത്തിലേക്ക് ആളെ എടുക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് പേരെ ട്രെയിനിങ് എടുത്ത് ഓൺ ജോബ് ട്രെയിനിങ് കൊടുത്തിട്ട് എടുക്കുക എന്നുള്ള ഉദ്ദേശമായിരുന്നു അന്ന് നടന്നത്. അതിങ്ങനെ വർഷാവർഷങ്ങൾ നമ്മൾ പല ഡേറ്റുകളും വെക്കും, പ്ലാൻ ചെയ്യും. പക്ഷേ അത് ഏകദേശം ഇപ്പം ഈ വർഷം നമ്മൾ അതിലേക്ക് വരുമ്പോൾ അതിന് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ കാണുന്നുണ്ട്. കാര്യം സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്ന NSDCയുടെ സർട്ടിഫിക്കേഷനോടുകൂടി, അതുപോലെ തന്നെ വളരെ ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള, അതായത് ഡിപ്ലോമ, ബിടെക്, ഈ ഗ്രാജുവേഷൻ കഴിഞ്ഞവർക്കാണ് ഫസ്റ്റ് പ്രിഫറൻസ് ഇവിടെ കൊടുക്കുന്നത്. ഇതിൻ്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്ന ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്രൈറ്റീരിയ അവർ കവർ ചെയ്താൽ മാത്രമേ ഇതിൻ്റെ സർട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ആ സർട്ടിഫിക്കേഷൻ അറ്റസ്റ്റഡ് സർട്ടിഫിക്കേഷനാണ്. അതെ. കാര്യം ഇതിനകത്ത് നമ്മൾ എക്സ്ക്ലൂസീവായിട്ട് ചെയ്യുന്ന ഒരു കോഴ്സ് എന്താണെന്ന് വെച്ചാൽ ബിൽഡിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ്. ബിൽഡിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റം ആ കോഴ്സ് ചെയ്യണമെങ്കിൽ തന്നെ മിനിമം യോഗ്യത ഗ്രാജുവേഷൻ അല്ലെങ്കിൽ ബിടെക് പാസ് ഔട്ട് ആയിരിക്കണം എന്നുള്ളത് മാൻഡേറ്ററിയാണ്. ബിൽഡിംഗ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറഞ്ഞപ്പോൾ അതിനെപ്പറ്റി കൂടുതലൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ, അല്ലെങ്കിൽ അതിൻ്റെ ജോലി സാധ്യതകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരാമോ? ഗ്ലോബലി ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത് ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തും, അതായത് മിഡിൽ ഈസ്റ്റിലായാലും യൂറോപ്പിലായാലും ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് വരുന്ന ഒരു മേഖലയാണ് ബിൽഡിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റം. നമ്മൾ കഴിഞ്ഞ ഇൻ്റർവ്യൂവിലൊക്കെ നമ്മളുടെ ELV സൊല്യൂഷനെ കുറിച്ചൊക്കെ പറയും. അതും അതിൻ്റെ ഒരു പാർട്ടാണ്. കാര്യം ഇലക്ട്രിക്കൽ, ഓട്ടോമേഷൻ, സെക്യൂരിറ്റി, സർവൈലൻസ്, ഇതെല്ലാം കൂടെ കൂടിയ ഒരു മേഖലയാണ്. ഒരു ഹൈലി ഡെവലപ്ഡ് ആയിട്ടുള്ള ബിൽഡിങ്ങിൽ A to Z കാര്യങ്ങൾ, ഓട്ടോമേറ്റഡ് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ബിൽഡിംഗ് മാനേജ്മെൻറ്റിൻ്റെ ഏറ്റവും മെയിനായിട്ടുള്ള ഉദ്ദേശം. ഈ BMS പഠിക്കണം എന്ന് ആഗ്രഹിച്ചു വരുന്നൊരു കുട്ടിക്ക് എന്തൊക്കെയായിരിക്കും ഒരു എലിജിബിലിറ്റി വേണ്ടത്, ഒരു റിക്വയർമെൻറ്റ് വേണ്ടത്? ഇപ്പോൾ നമ്മുടെ ഈ കോഴ്സ് പഠിക്കണമെങ്കിൽ ആൾ ഗ്രാജുവേഷൻ കംപ്ലീറ്റഡ് ആയിരിക്കണം, പാസ് ഔട്ട് ആയിരിക്കണം. ഇത്ര നമ്മളിപ്പം ഒരു ട്രെയിനിങ് എന്നുള്ള രീതിയിലല്ല ആളെ എടുക്കുക. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വന്നു, ട്രെയിനിങ് കഴിഞ്ഞ് പറഞ്ഞു വിടുന്നു എന്നുള്ള രീതി ആയിരിക്കത്തില്ല നമ്മുടെ കൺസിഡറേഷൻ. തീർച്ചയായും അതിനെ ഡേ 1 മുതൽ ഒരു എംപ്ലോയി എന്നുള്ള രീതിയിലായിരിക്കും ഈ ട്രെയിനിങ്ങിലേക്ക് വരിക. അപ്പം ഫസ്റ്റ് 3 മന്ത് അവർക്ക് തിയററ്റിക്കൽ വിത്ത് പ്രാക്ടിക്കൽ നോളജിലുള്ള ട്രെയിനിങ് കൊടുക്കും. ഇതിന് ശേഷം ഈ സമയത്തൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഇവരുടെ ആറ്റിറ്റ്യൂഡ് കൂടെ, ജോബ് ചെയ്യാനുള്ള ആറ്റിറ്റ്യൂഡ്. അവരെ നമ്മളൊന്ന് പോളിഷ് ചെയ്യുകയാണ്. കാര്യം ഒരു എൻജിനീയറിങ് കഴിഞ്ഞിറങ്ങുന്ന ഒരു ഫ്രഷറിന് അത്ര സീരിയസ് ആയിട്ട് കാണണമെന്നില്ല ജോബിനെ കുറിച്ചോ അല്ലെങ്കിൽ ഇന്നത്തെ ഒരു കരിയർ ഡെവലപ്മെൻറ്റിനെ കുറിച്ചോ ഒന്നും അവർ കൂടുതലായിട്ട് ചിന്തിക്കുക. അവർ ആ പഠിച്ചിറങ്ങിയതിൻ്റെ ആ ഒരു ഫീലിങ്ങിലായിരിക്കും. അപ്പോൾ അത് നമ്മൾ ചേഞ്ച് ചെയ്തുകൊണ്ട് അവരെ ഒരു ഫ്രഷർ എന്ന് പറയുന്ന കാറ്റഗറിയിൽ നിന്ന് മാറ്റിവെച്ച് പുതിയ ഒരു മേഖലകളിലേക്ക്,
അത് ഈ ബിൽഡിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു ചെറിയ ഇതല്ല, ഒരു വൈഡായിട്ടുള്ള സംഭവമാണ്. അപ്പോൾ അതിലേക്ക് അവരെ കൂടുതൽ നമ്മൾ കൈ പിടിച്ചുയർത്താനുള്ള ട്രെയിനിങ്ങുകളും അതിൻ്റെ കൂടെ തന്നെ ഏറ്റവും വലിയ നമ്മൾ കൊടുക്കുന്ന ഒരു ഓഫർ എന്ന് പറയുന്നത് 100% ജോബ് അഷ്വേർഡാണ്. ഇത് എവിടുന്നാണ് ജോബ് കൊടുക്കുന്നത് അതറിയോ? അപ്പോൾ അത് നമ്മൾ ദുബായിലാണ്. ഇവർ ഏറ്റവും കൂടുതൽ ഒരു 3 മന്ത് കൊച്ചിയിൽ പഠിച്ചു കഴിഞ്ഞാൽ, കേരളത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അടുത്ത 3 മന്ത് അവർ ഇവിടുത്തെ എലിജിബിലിറ്റി വന്നു കഴിഞ്ഞാൽ അടുത്ത 3 മന്ത് അവർ ദുബായിലായിരിക്കും. അപ്പം ഒരു ഓവറോൾ ടൈം പീരീഡ് എന്ന് പറയുന്നത് 3 മന്ത്സ് അതിൻ്റെ കോഴ്സ്, 3 മന്ത്സ് UAE വർക്ക് ചെയ്യുന്നതല്ല, അങ്ങനല്ല. 3 മന്ത് ഇവിടെ പ്രാക്ടിക്കലും തിയററ്റിക്കലും എക്സ്പീരിയൻസ് നേടുന്നു. NSDCയുടെ സർട്ടിഫിക്കേഷൻ എക്സാം എഴുതുന്നു. ഈ എക്സാമിൽ എഴുതുന്നതോടെ തന്നെ ഈ ട്രെയിനിങ്ങിലും ഇവർ ഇത്ര അധികം പെർസെൻറ്റേജിന് മേളിൽ വന്നാൽ അവർ ദേ ആർ എലിജിബിൾ ഫോർ ദുബായ് ട്രെയിനിങ്, ഓൺ ജോബ് ട്രെയിനിങ്. അപ്പോൾ അവർക്ക് വിസ അതുപോലുള്ള കാര്യങ്ങളൊക്കെ കമ്പനിയാണ്. ദുബായിലെ കെയ്റ്റ്സ് എന്ന് പറയുന്ന കമ്പനിയും ഇവിടുത്തെ കെയ്റ്റ്സുമായിട്ടാണ് ഇതിൻ്റെ അസോസിയേറ്റ്സ് നടക്കുന്നത്. അവിടെ ത്തുള്ള പ്രോജക്റ്റുകളിൽ അവർക്ക് ഓൺ ജോബ് ട്രെയിനിങ് കൊടുക്കുകയും അവിടെ തന്നെ അവർ അത് സക്സസ്ഫുൾ ആക്കി കഴിഞ്ഞാൽ അവിടെ തന്നെ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി, അവരുടെ ജോബ് അഷർ ചെയ്യുകയും ചെയ്യുന്നു. അത് തന്നെയല്ല, ഇപ്പം നമുക്കിപ്പോൾ കൂടുതൽ ആളായി എന്ന് വെച്ചോളൂ, നമ്മളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ധാരാളം കമ്പനികളുണ്ട്. ആ കമ്പനികൾക്കും നമ്മൾ നേരിട്ട് ഇവർക്ക് അതായത് 100% ജോബ് അഷർ ചെയ്തു എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും അതിനകത്ത് കൊടുക്കുന്ന ഒരു ഒരു ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു കാര്യം അത് തന്നെയാണ്. അപ്പോൾ ഓവറോൾ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ടൈം പീരീഡ് എന്ന് പറയുന്നത് 6 മന്ത് എന്ന് ഉദ്ദേശിക്കുന്നത് ഓവറോൾ അറൗണ്ട് 8 മന്തിനകത്ത് വരും. കാര്യം ഇതിനകത്തൊരു എക്സാം ഡേറ്റ് ഉണ്ട്, പിന്നെ അത് കഴിഞ്ഞിട്ട് അവരുടെ പ്രോസസ്സിങ് ഉണ്ട്. ഓൾമോസ്റ്റ് 180 ഡേയ്സ് അതാണ് വരുന്നത്. 180 ഡേയ്സ് ഇത്ര അവേഴ്സ് ഇവർക്ക് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ട് തിയററ്റിക്. ഈ 3 മന്തിനകത്ത് ഇത്ര അവേഴ്സ് അവർക്ക് NSDCയുടെ മാനദണ്ഡം അനുസരിച്ച് ഇത്ര അവേഴ്സ് കവർ ചെയ്യണമെന്നുണ്ട്. അതിന് ശേഷമുള്ളതാണ് ദുബായിലേക്ക് പോകുന്നത്. ദുബായി പോയി കഴിഞ്ഞാൽ അവർക്ക് അക്കോമഡേഷൻ, ട്രാൻസ്പോർട്ടേഷൻ, സ്റ്റൈഫൻഡ്, നാട്ടിലെ ഏകദേശം സ്റ്റൈഫൻഡായിട്ട് തന്നെ ഏകദേശം ഒരു 20,000-25,000-നകത്ത് അവർക്ക് സ്റ്റൈഫൻഡ് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇതുണ്ട്. പിന്നെ മിഡിൽ ഈസ്റ്റിലെ ഡിഫറെൻറ്റ് പ്രോജക്റ്റുകളിൽ അവരുടെ സ്കിൽ ഡെവലപ്പ് ചെയ്യാനുള്ള അവസരമുണ്ട്. അവർ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആവുന്നത് തന്നെ ആയിരിക്കും അവർക്കൊരു പാക്കേജിൽ അവർക്ക് ജോബിലേക്ക് വരുന്നു. കൂടുതൽ അവസരങ്ങൾ അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അവർക്കൊരു ജോബ് സെർച്ച് ചെയ്യാനുള്ള വിസ ഉൾപ്പെടെ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനൊരു റെക്കമെൻഡേഷൻ വേണം. എല്ലാവരും ചിലപ്പോൾ അവിടെ അക്കോമഡേറ്റ് ചെയ്യണമെന്ന് തോന്നുന്നില്ലായിരിക്കും, ചിലർക്ക് വേറെ കമ്പനി നോക്കുമായിരിക്കും. അങ്ങനെയുള്ളവർക്കും നമ്മളായിട്ട് തന്നെ ഒരു കണക്ടിവിറ്റി ചെയ്തു കൊടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ജോലി സാധ്യത എന്തായാലും 100% 100% അഷ്വേർഡ്. പിന്നെ ഇപ്പം UAE ട്രെയിനിങ്ങിന്റെ കാര്യം പറഞ്ഞല്ലോ, ഈ ട്രെയിനിങ്ങിന്റെ അടിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്, എന്തൊക്കെയാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്? ഇവര് ഇപ്പം നമ്മൾക്ക് തന്നെ പ്രോജക്ട്സുകൾ വരുന്നതെന്ന് പറയുന്നത് സ്കൂൾസ് പ്രോജക്ട്സ് വരും, വലിയ ഇൻഡസ്ട്രിയൽ പ്രോജക്ട്സുകൾ വരുന്നുണ്ട്. ഈ പ്രോജക്ട്സുകളിലൊക്കെ ഇവർക്ക് A to Z കാര്യങ്ങൾ, അതായത് ഒരു ബിൽഡിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റമായിട്ട് വരുന്ന കാര്യങ്ങളെല്ലാം ഒരു ടീമിൻ്റെ കൂടെ ഇവർക്ക് വർക്ക് ചെയ്തും വർക്ക് നോക്കിയും. ഇതിനകത്ത് 2-3 കാര്യങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഈ BTech എന്ന് പറയുന്ന ആൾ വർക്ക് ചെയ്യൽ മാത്രമായിരിക്കത്തില്ല, വർക്ക് ചെയ്യിക്കുന്ന ഒരു എക്സ്പീരിയൻസ് കൂടെ നേടിക്കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഇപ്പം ഒരുപാട് പേര് ഇപ്പോൾ BTech കംപ്ലീറ്റ് ചെയ്ത സ്റ്റുഡൻസ് ആണെങ്കിലും ഇനി പഠിച്ച മേഖലയിൽ തന്നെ ജോലി തുടരാൻ താല്പര്യമില്ലാത്തവരും അങ്ങനെ കുറേ പേര് കാണും. അപ്പോൾ അവർക്കൊക്കെ ഇത് നല്ലൊരു കോഴ്സായിരിക്കുമോ? അതുപോലെ ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഇതിന് എന്തൊക്കെയാണ് അതിൻ്റെ ഫ്യൂച്ചർ, ജോബ് ഓപ്പർച്യൂണിറ്റീസ്, അതെന്തൊക്കെയാണെന്നൊന്ന് ലിസ്റ്റ് ചെയ്യാമോ? നമ്മുടെ നാട്ടിലായാലും ഇപ്പം പാൻ ഇന്ത്യയിൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജോബ് ആൾക്കാർ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്ന ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു പ്ലേസ്മെൻ്റ് ആയിരിക്കും. ഏറ്റവും കൂടുതൽ BPO സെക്ടറിലൊക്കെ തന്നെ ആയിരിക്കും ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത്, ഫിനാൻഷ്യലി ബെനിഫിറ്റ് ആവുന്ന കാര്യം. പക്ഷേ ഈ അതേ ആൾക്കാർ എത്ര വർഷം 4 years BTech കഴിഞ്ഞു, അവരതിന് മുമ്പുള്ള ടെക്നിക്കലി കോഴ്സുകൾ നടന്നു. അപ്പോൾ അവരിപ്പോൾ കുറച്ച് സെർച്ച് ചെയ്തിട്ടായിരിക്കും ഇതുപോലുള്ള ജോബൊക്കെ എടുക്കുന്നത്. കാര്യം ഫ്രഷറിന് എപ്പോഴും ഒരു ലിമിറ്റേഷൻ ഉണ്ട് ടെക്നിക്കൽ സൈഡിൽ.
അപ്പോൾ അതുപോലെ തന്നെയാണ് ബിൽഡിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് ഗ്ലോബലി വളരെ 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 ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു മേഖല. എല്ലായിടത്തും ഒരു ന്യൂ ബിൽഡിങ്ങും അതിനെ ഓട്ടോമേറ്റ് ചെയ്യുന്നതും IT ഇൻഫ്രാസ്ട്രക്ചറും സെക്യൂരിറ്റി സിസ്റ്റവും ഇപ്പോൾ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത ഒരു മേഖലയാണ്. അപ്പോൾ ആ മേഖലകളിൽ ഡിഫറെൻറ്റ് പാറ്റേണിൽ നമുക്ക് സ്കിൽ ഡെവലപ്പ് ചെയ്യാനൊരു അവസരം കിട്ടുക എന്ന് പറയുന്നത് ചെറിയ കാര്യമൊന്നുമില്ല. നമ്മളെ ഫ്രഷർ എന്ന് പറയുന്ന ഒരു മെൻറ്റാലിറ്റിയിൽ നിന്ന് വളരെ ചുരുക്ക സമയം കൊണ്ട് നമ്മളെ ഒരു ജോബ് ഒരു എംപ്ലോയി ലെവലിലേക്ക് മാറ്റിയെടുക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ്. അങ്ങനൊരു ഓപ്പർച്യൂണിറ്റി ലഭിക്കുന്നതോടു കൂടി ഇവർക്ക് 2 ഇയേഴ്സ് ഒരു കമ്പനി അല്ലെങ്കിൽ 3 ഇയേഴ്സ് ഒരു കമ്പനിയിൽ പോയി കഴിഞ്ഞാൽ, എക്സാമ്പിൾ ഒരു MNCയിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന ഒരു പ്രത്യേക പാറ്റേണിലുള്ള ജോബ് എക്സ്പീരിയൻസ് മാത്രമായിരിക്കും. ഇപ്പോൾ IT ആയിരിക്കാം, അല്ലെങ്കിൽ സെക്യൂരിറ്റി സിസ്റ്റം ആണെങ്കിൽ ആ ഒരു മേഖലയിലായിരിക്കാം. ഇപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നത് ഓരോരുത്തരുടെയും സ്കില്ല് നമ്മൾ മനസ്സിലാക്കും. ആ സ്കില്ലിനനുസരിച്ച് അവർക്ക് ഇൻഡെപ്ത് നോളജ്, ചിലർക്ക് നല്ലപോലെ മാനേജ് ചെയ്യാനായിരിക്കും അറിയുന്നത്, ചിലർ സൈറ്റ് എൻജിനീയറിംഗ് ആയിരിക്കും കൂടുതൽ ഇത് ചെയ്യുന്നത്, ചിലപ്പോൾ IT മാനേജ്മെൻ്റ് ആയിരിക്കും, ചിലർക്ക് IT കൺസൾട്ടൻ്റ് എന്നുള്ള ഇതായിരിക്കും വരുന്നത്, ചിലർക്ക് വർക്ക് ചെയ്യാനുള്ള നേച്ചറായിരിക്കും വരുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മളിങ്ങനെ സ്ക്രീൻ ചെയ്യും ഇവരുടെ. ആ സ്ക്രീനിങ്ങിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇവർക്ക് അടുത്ത പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിൽ അടുത്ത ഡിവിഷൻ കൊടുക്കുന്നത്. അതിന് ശേഷമാണ് ഇവർ ഓരോ പ്രൊഫൈലിലേക്കും, ഇപ്പം നമ്മൾ കണ്ടിട്ടുണ്ട് IT മാനേജേഴ്സ് എന്ന് കേട്ടിട്ടുണ്ട്, IT കൺസൾട്ടൻ്റ് എന്ന് കേട്ടിട്ടുണ്ട്, സൈറ്റ് എൻജിനീയർ എന്ന് കേട്ടിട്ടുണ്ട്, നോർമൽ എൻജിനീയറിങ് ചെയ്യുന്നവരുണ്ട്, ടെക്നീഷ്യനുണ്ട്. ഇതെല്ലാം നമ്മൾ ഇതിനകത്തുനിന്ന് വാർത്തെടുക്കും. അത് ഒരു വേൾഡ് വൈഡ് ഒരു കമ്പനികൾക്കും, ഇപ്പം നമ്മുടെ കമ്പനികൾക്ക് തന്നെ ധാരാളം ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. എംപ്ലോയ്മെൻറ്റിലേക്ക് അവർക്ക് ഓപ്ഷൻ കിട്ടും. അല്ലാതെ തന്നെ നമ്മളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നതും അതുപോലെ ധാരാളം കമ്പനികൾക്ക് ഇവരെ പ്ലേസ് ചെയ്യാനുള്ള അവസരമുണ്ട്. അത്രയും മാത്രം വേൾഡ് വളർന്നുകൊണ്ടിരിക്കുകയാണ്, ബിൽഡിങ്ങുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കേരളത്തിൽ തന്നെ പഴയ സംഭവമല്ലല്ലോ ഇപ്പോൾ വരുന്നത്. എന്തെല്ലാം ഇൻഫ്രാസ്ട്രക്ചർ ഇപ്പോൾ തന്നെ കണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ റോഡ്സ്, അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറുകൾ മാറിപ്പോകുന്നത് അത് ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമാണ്. ആ ഡെവലപ്മെൻറ്റ് നെക്സ്റ്റ് വരുന്നത് അടുത്ത ഇൻഫ്രാസ്ട്രക്ചർ ആയിരിക്കും. അല്ലെങ്കിൽ മെട്രോ സിറ്റി പോലുള്ള സിറ്റികൾ പുതിയ ഡെവലപ്മെൻറ്റുകൾ വരുമ്പോൾ ഇതിന് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ ബേസിക്കലി അവരുടെ സ്കിൽസ് എന്താണെന്ന് മനസ്സിലാക്കി ഓരോരുത്തരെയും പറ്റുന്ന ഇതിലേക്ക് ഡൈവേർട്ട് ചെയ്ത് വിടാനും നമ്മൾ ഗൈഡ് ചെയ്യും. തീർച്ചയായിട്ടും ഗൈഡ് ചെയ്യില്ല, അതാണ് നമ്മുടെ ഉദ്ദേശം. ഒരാളെ എന്താക്കണം, ചിലപ്പോൾ ഒരു എൻ്റർപ്രണർ ആക്കാൻ ഇത് മതിയാവും. അതെ, ഇപ്പോൾ സാറ് പറഞ്ഞല്ലോ ഒരു എംപ്ലോയി ലെവലിലേക്ക് വരെ നമ്മൾ എത്തിക്കും. ഇനി എംപ്ലോയി ലെവൽ അല്ല, അതിനപ്പുറത്തേക്ക് ഒരു ഓണ്ടർപ്രണർഷിപ്പ് ആണ് ഒരാൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ കോഴ്സ് പഠിച്ചുകൊണ്ടാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അവർക്ക് അതിനുള്ള അവസരമാണ് കിട്ടുന്നത്. നമ്മളെപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞ പോലെ ഒരു കാൻഡിഡേറ്റായിട്ടോ ഒരു സ്റ്റുഡൻ്റായിട്ടല്ല എടുക്കുന്നത്, ഒരു എംപ്ലോയി ആയിട്ട് തന്നെ ആയിരിക്കും എടുക്കുന്നത്. ആ എംപ്ലോയിയുടെ സ്കില്ലനുസരിച്ച് അയാൾ ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമർ ആണെങ്കിൽ ചിലപ്പോൾ നമ്മൾ അതിനകത്തൊരു ചില മാനേജറിയൽ ഇത് കൊടുക്കും. മാനേജറിയൽ വർക്കുകൾ ചെയ്തിട്ടാണ് നല്ലൊരു മാനേജർക്ക് ഒരു ടോപ്പ് മാനേജ്മെൻറ്റിലേക്ക് വരാൻ പറ്റൂ, അല്ലേ? ആ ടോപ്പ് മാനേജ്മെൻറ്റിൽ ഇരിക്കുന്ന ആൾക്ക് മാത്രമേ ഒരു എൻ്റർപ്രണർ സ്കില്ലെന്ന് പറയുന്ന ഡെവലപ്മെൻറ്റ് സ്കില്ലിലേക്ക് വരാനോ കാര്യങ്ങൾ ചെയ്യാനോ പറ്റുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും അതിനുമുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇതിനകത്തുണ്ട്. പിന്നെ നേരത്തെ സാറ് പറഞ്ഞിരുന്നു ഇതിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം. എന്ത് സർട്ടിഫിക്കേഷൻ ആയിരുന്നു? അതായത് നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് ഓഫ് ഇന്ത്യ, അതായത് NSDC. വാല്യൂ എന്താണ് ശരിക്കും? കാര്യം സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ നേരിട്ടുള്ള ഇതിൽ ഇപ്പം നമ്മൾ സെയിം ലൈക്ക് ഗ്രാജുവേഷൻ ഒക്കെ ഇപ്പോൾ കിട്ടുന്നതിൻ്റെ ഇപ്പം ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ്, ഇപ്പം നമ്മൾ ഒരു ടീച്ചർ ആവണമെങ്കിൽ പല അഡീഷണൽ സർട്ടിഫിക്കേഷനുകൾ എടുക്കുന്നില്ല എന്ന് പറയുന്ന പോലെ തന്നെ വാലിഡാണ് NSDCയുടെ ഈ സർട്ടിഫിക്കറ്റിനും. അപ്പോൾ അത് അവർ എക്സാം പാസ്സായി കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സർട്ടിഫിക്കേഷനാണ് അവർക്ക് കിട്ടുന്നത്. ആ സർട്ടിഫിക്കേഷൻ അറ്റസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ദുബായിലേക്ക് അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലേക്കോ യൂറോപ്പിലേക്കോ ഒക്കെ അവർക്കൊരു എൻട്രിക്ക് ഈ ഒരു സർട്ടിഫിക്കേഷൻ വളരെ വാല്യൂ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെയാണ്
ദുബായിലെത്തി അവർ ആ സ്കില്ല് ഡെവലപ്പ് ചെയ്താൽ, പ്രോജക്റ്റുകൾ ചെയ്ത് കഴിഞ്ഞാൽ അവിടുന്ന് നമ്മൾ ദുബായ് ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു സർട്ടിഫിക്കേഷനുള്ള പ്രോസസ്സിംഗ് ആണ് നടത്തുന്നത്. അപ്പം ആദ്യം ഈ യു എയിലേക്ക് വരാൻ ഈ സർട്ടിഫിക്കറ്റ്, ആ എക്സാം എഴുതി പാസ്സായി ഈ സർട്ടിഫിക്കേഷൻ വേണം അല്ലേ? തീർച്ചയായിട്ടും. കാര്യം അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അവർക്ക് വിസ പ്രോസസ്സിംഗ് നമ്മൾ നടത്തുക. സപ്പോസ് ഞാനിപ്പോൾ കേവ്സിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന ഒരു വിദ്യാർത്ഥിയാണ്, എനിക്ക് 100% ഒരു പ്ലേസ്മെൻറ്റും ഒരു നിങ്ങളുടെ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു. 100% അഷ്വേർഡ് ആണ്. സാധാരണ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എപ്പോഴും പറയുന്ന എന്താണ്, പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസാണ്. കേവ്സ് പറയുന്നതെന്ന് പറയുന്നത് 100% പ്ലേസ്മെൻറ്റ് അഷ്വേർഡ് എന്നാണ്. അപ്പോൾ അത് നമ്മൾ കാര്യം ഇതിനകത്ത് ഒന്നാമത്തെ കാര്യം, കേറ്റ്സ് ബിൽഡിംഗ് കോൺട്രാക്റ്റിംഗ് എന്ന് പറയുന്ന ദുബായ് കമ്പനി ധാരാളം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ അവിടെ തന്നെ അവർക്ക് അവസരങ്ങൾ ഉണ്ട്. അപ്പോൾ അതിനകത്ത് തന്നെ ഓൺ ജോബ് ട്രെയിനിങ്ങുകൾ ചെയ്യുമ്പോൾ തന്നെ അവർക്ക് സ്റ്റൈഫൻഡ് കിട്ടുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. മനസ്സിലായോ? ദെൻ അത് കഴിഞ്ഞാൽ അവർക്ക് അവിടെ തന്നെ നമ്മുടെ ഇതിൽ തന്നെ പ്ലേസ്മെൻ്റ് ഉണ്ടാവും. ചിലപ്പം ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. ചിലപ്പോൾ ഇവരുടെ പെർഫോമൻസ് കണ്ടിട്ട് നമ്മുടെ ക്ലയൻറ്റ് തന്നെ അവരെ എക്വയർ ചെയ്യും. ഓക്കെ, ഇവർ ട്രെയിനി ആണെന്ന് അവർക്കറിയാം. അവരുടെ പെർഫോമൻസ് കണ്ടിട്ട് അവർ നമ്മളുമായിട്ട് കണക്ട് ചെയ്തിട്ട് അവരെ ഇത് ചെയ്യുന്നതുണ്ടാവും, പ്ലേസ്മെൻറ്റ് കൊടുക്കുന്നുണ്ടാവും. അപ്പോഴായാലും നമ്മുടെ ഈ സർട്ടിഫിക്കറ്റ്സിനും ഒക്കെ വാല്യൂ ആണ് വരുന്നത്. കാര്യം ഡയറക്റ്റ് നമ്മൾ റെക്കമെൻഡ് ചെയ്ത് പോകുന്നത് അവർക്കും അതിനകത്തൊരു അഷ്വറൻസ് കിട്ടുന്നു എന്നുള്ള, ക്ലയൻറ്റിനായാലും കിട്ടുന്നു എന്നുള്ളതാണ്. കാര്യം ഇവരുടെ 6 മന്തിലെ ഫുൾ ഹിസ്റ്ററി, ബിഹേവിയറൈസ് ആയാലും ജോബിൻ്റെ കാര്യത്തിലായാലും മാനേജറിയൽ എല്ലാം നമ്മുടെ സോഫ്റ്റ്വെയറിൽ ഇതെല്ലാം ഉണ്ടാവും. ഇതെല്ലാം റിപ്പോർട്ട് വെച്ചിട്ടായിരിക്കും അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി അവർക്ക് കിട്ടിയാൽ നമ്മളവരെ റെക്കമെൻഡ് ചെയ്യുന്നത്. ഇപ്പം കേവ്സ് ഒരു സ്റ്റാർട്ടപ്പ് ലെവൽ ഒരു ഇതാണല്ലോ, ഒരു 5 ഇയേഴ്സും കൂടിയൊക്കെ കഴിഞ്ഞിട്ട് സാർ ഇതിനെ എങ്ങനെയാണ് നോക്കി കാണുന്നത്? തീർച്ചയായിട്ടും ഇതിൻ്റെ വളർച്ച ഞാൻ കാണുന്നതെന്ന് പറഞ്ഞാൽ 5 ഇയേഴ്സിന് മുമ്പ് തന്നെ ഒരു 3 ഇയേഴ്സ് ആകുമ്പോഴത്തേക്ക് ഇത് പാൻ ഇന്ത്യയിൽ ഡിഫറെൻറ്റ് ഏരിയാസിൽ ഇതിൻ്റെ ഡിവിഷൻസ് ഉണ്ടാവും. കേരളത്തിൽ തന്നെ പല ഡിവിഷൻസ് ഉണ്ടാവും. ദെൻ ദുബായ് അല്ലാതെ വരുന്നത് നമുക്ക് സൗദി അതുപോലുള്ള മിഡിൽ ഈസ്റ്റുകൾ, അടുത്ത സൗത്ത് ആഫ്രിക്ക പോലുള്ള ഉള്ള ഡിഫറെൻറ്റ് കൺട്രീസുകളിൽ, മലേഷ്യ, സിംഗപ്പൂർ, ഇതൊക്കെ നമ്മുടെ ഒരു പ്ലാനിലുള്ള. യൂറോപ്പിലേക്ക് ആയാൽ പോലും അത് നെക്സ്റ്റ് ലെവൽ എന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ ഒരു എക്സ്പാൻഷൻ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഇത് പ്ലാൻ ചെയ്യുന്നത് കൊച്ചിയിൽ തന്നെയാണ് അല്ലേ? കൊച്ചിയാണ് ഇതിൻ്റെ ഫസ്റ്റ് പ്ലാനിങ് ചെയ്യുന്നത്. എവിടെ വരെ എത്തി നിൽക്കുകയാണ് ഇതിൻ്റെ നമ്മളൊരു ഒരു ലോഞ്ചിലേക്ക് കടക്കാറായിരിക്കുകയാണ്. അതിൻ്റെ ലാബും കാര്യങ്ങളും ഒക്കെ തീർച്ചയായിട്ടും ഒരു 1 മന്തിനുള്ളിൽ, മാർച്ചിന് മുമ്പ് തന്നെ നമുക്ക് ആ ഒരു ലോഞ്ച് ഉണ്ടാവും. നേരത്തെ സാറ് പറഞ്ഞു ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു ഓവറോൾ പീരിയഡ് എന്ന് പറയുന്നത് ഏകദേശം 6 to 8 months ആണ്. 3 വർഷം കോഴ്സും പിന്നെ അത് കഴിഞ്ഞ് 3 മാസത്തെ കോഴ്സും അത് കഴിഞ്ഞ് എക്സാമും സർട്ടിഫിക്കേഷനും കിട്ടിയ യു എയിൽ. അപ്പം എങ്ങനെയാണ് ഈ ആൾക്കാരെ യു എയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നതും അവിടെ ഒരു ട്രെയിനിങ് കൊടുക്കാൻ സാധിക്കുന്നതും? നമുക്ക് അവിടെ അതിൻ്റെതായ ഫസ്റ്റ് 3 months ഇവർ ഇവിടുത്തെ തിയററ്റിക്കൽ ആൻഡ് ബിൽഡിംഗ് മാനേജ്മെൻറ്റിൻ്റെ ഒരു തിയററ്റിക്കലും കുറച്ച് അതിനകത്ത് തന്നെ ലാബും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ നമ്മളൊരു പ്രോജക്ട്സിലേക്കൊന്നും പോകുന്നില്ല. അത് കംപ്ലീറ്റ് ചെയ്ത് ഇവർ എക്സാം അറ്റൻഡ് ചെയ്യുന്നു. എക്സാം ഞാൻ പറഞ്ഞ പോലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ മോണിറ്ററിങ്ങിലായിരിക്കും, സ്കിൽ ഡെവലപ്മെൻറ്റിൻ്റെ മോണിറ്ററിങ്ങിലായിരിക്കും അവരുടെ എക്സാം നടക്കുക. ആ എക്സാമിനെ അവർ എത്ര സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്യുന്നു, അതിൻ്റെ എക്സാം റിസൾട്ടിനെ ബേസ് ചെയ്തിരിക്കും അടുത്ത ഇവരുടെ വിസ പ്രോസസ്സിങ്. അത് കമ്പനിയാണ് വിസ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവർക്കൊരു പ്രൊഫഷണൽ വിസ ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുക. ട്രെയിനിങ് കാൻഡിഡേറ്റ് ആയിട്ട് തന്നെയാണ് അവർ വരുന്നത്. പക്ഷേ അവർക്ക് ജോബ് ചെയ്യാനുള്ള അവസരം കൂടെ അതിനകത്തുണ്ട്. അപ്പം ആ സമയത്ത് ഇവർക്ക് നമ്മളൊരു പാക്കേജും കാര്യങ്ങളും, ഒരു ഇൻസെൻറ്റീവ് അല്ല, സ്റ്റൈപ്പൻറ്റും കാര്യങ്ങളും ഫിക്സ് ചെയ്യുന്നുണ്ട്. ഒരു എക്സാം റിസൾട്ട് വന്നൊരു 20 to 30 days 35 daysനകത്ത് ഇവർ യു എയിലേക്ക് ഫ്ലൈ ചെയ്യുകയും അവിടെ അവർക്ക് വേറൊരു പ്ലാറ്റ്ഫോം, നമ്മുടെ കേറ്റ്സ് ബിൽഡിംഗ് കോൺട്രാക്ടറിൻ്റെ അണ്ടറിലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അത് പ്രാക്ടിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അതിലേക്ക്
നമ്മളുടെ സീനിയർ ടീമിൻ്റെ കൂടെ വരെ വർക്ക് എക്സ്പീരിയൻസിലേക്കായിരിക്കും നമ്മൾ ജോബിലേക്കായിരിക്കും വിടുക. അപ്പോൾ ഒരു എംപ്ലോയി ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും തുടക്കം മുതൽ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഇവർ ഈ ഒരു ട്രെയിനിങ് ടൈമിൽ പഠിച്ചിരിക്കും. അതിൻ്റെ ബുദ്ധിമുട്ടുകളും പഠിക്കും, അതിൻ്റെ അഡ്വാൻറ്റേജും പഠിക്കും, സ്കിൽ ഡെവലപ്മെൻറ്റും പഠിക്കും, പുതിയ പുതിയ കണക്ഷൻസും പഠിക്കും, മിഡിൽ ഈസ്റ്റിൽ എങ്ങനെ അവരുടെ ഡെവലപ്മെൻറ്റുകൾ എങ്ങനെ വൈഡ് ആയിട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു മാർക്കറ്റ് എന്താണെന്നുള്ളതും മനസ്സിലാക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ നേട്ടം ഇതിനകത്ത്. സാറ് പറഞ്ഞു ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത ഒരാൾക്ക് ഇത് നമുക്ക് എലിജിബിൾ ആയി ഇത്. അപ്പോൾ ഇന്ന കോഴ്സ് പഠിച്ചിരിക്കുന്ന ഒരാളാണ്, ഇപ്പം ഞാനൊരു CA പഠിച്ച ഒരാളാണ് അല്ലെങ്കിൽ ഒരു MCA പഠിച്ച ഒരാളാണ്, ഞാൻ ഇതിന് എലിജിബിൾ ആണോ ഈ BMS പഠിക്കാനായിട്ട്? ഒരു CA പഠിച്ച ആൾക്ക് എലിജിബിൾ ആണോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഇല്ല എന്ന് തന്നെ പറയും. കാര്യം പക്ഷെ BCA പഠിച്ച ആൾക്കോ MCA പഠിച്ച ആൾക്കോ അല്ലെങ്കിൽ BTech അല്ലെങ്കിൽ IT ഡിപ്ലോമ, IT കമ്പ്യൂട്ടർ ഡിപ്ലോമ ഇങ്ങനെ പഠിച്ച ഒരാൾക്ക് ബിൽഡിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്ന ഈ കോഴ്സിന് എലിജിബിൾ ആയിരിക്കും. അത് ഐഡിയൽ കാൻഡിഡേറ്റ്സ്. കാര്യം ഇത് നമ്മളല്ല തീരുമാനിക്കുന്നത്, നമുക്ക് ഇത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നമ്മൾ പറഞ്ഞില്ലേ NSDC ആണ് ഇവരുടെ അഡ്മിഷൻ കാര്യങ്ങൾ കൺഫേം ചെയ്യുന്നത്. ഇനി ഈ നേരത്തെ പറഞ്ഞ CAയുടെ ഒരാൾ 2 വർഷത്തിന് മുകളിൽ ഒരു IT അതുപോലെ ഇതുപോലുള്ള സ്കിൽ ഡെവലപ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ജോബിൽ വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അവർക്കും ഓരോ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ടെക്നിക്കൽ സ്കിൽ ഉണ്ടെങ്കിൽ അതെ ഒരു വർക്ക് എക്സ്പീരിയൻസ് ആയിരിക്കണം. ഓതറൈസ്ഡ് ആയിട്ടുള്ള കമ്പനിയിൽ അവർ റെഗുലറായിട്ട് 2 ഇയേഴ്സ് മിനിമം എക്സ്പീരിയൻസ് ഉള്ള ഏത് അതർ പ്രൊഫഷണലുള്ള ആൾക്കാർക്കും, ഈവൻ ചിലപ്പം +2 കഴിഞ്ഞിട്ടായിരിക്കും അല്ലെങ്കിൽ 10th കഴിഞ്ഞിട്ടായിരിക്കും ഒരു 4 ഇയേഴ്സ് ഏതെങ്കിലും ഒരു കമ്പനിയിൽ IT അല്ലെങ്കിൽ സെക്യൂരിറ്റി സിസ്റ്റം റിലേറ്റഡ് ആയിട്ട് വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ആ വർക്ക് എക്സ്പീരിയൻസിൻ്റെ ഒരു കാറ്റഗറി നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നുള്ള ഒരു ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് ക്രെഡിറ്റ്സ് കിട്ടുന്ന ഒരു സംഭവമുണ്ട് അല്ലേ. BTech ഒക്കെ പഠിക്കുന്നവർക്ക് ക്രെഡിറ്റ്സ് കിട്ടുന്ന. അപ്പം ഇവർ പാസ് ഔട്ട് ആവുന്നതിന് മുമ്പ് തന്നെ ഇതിലേക്ക് വരികയാണെങ്കിൽ അവർക്ക് ഒരു മുമ്പ് തന്നെ വരികയാണെങ്കിൽ അവർക്ക് അവരുടെ മാർക്കിൽ ക്രെഡിറ്റ് സ്കോർ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫെസിലിറ്റിയും ഇതിനുണ്ട്. ആ ഒരു ഡീറ്റെയിൽ ഉണ്ട്. പിന്നെ ഈ BMSന്റെ കരിക്കുലത്തിൽ സിലബസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്? മെയിനായിട്ട് വരുന്നതെന്ന് പറയുന്നത് നമ്മൾ സെക്യൂരിറ്റി സിസ്റ്റം, ഇലക്ട്രിക്കൽ റിലേറ്റഡ് ആയിട്ട് വരുന്നുണ്ട്, ELV റിലേറ്റഡ് ആയിട്ട് വരുന്നുണ്ട്, ബിൽഡിംഗ് ഓട്ടോമേഷൻസ് വരുന്നുണ്ട്, പിന്നെ ലൈറ്റ് ഓട്ടോമേഷൻസ് വരുന്നുണ്ട്, അലാം സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഉണ്ട്. ഫയർ അലാം ഉണ്ട്, അതുപോലുള്ള HVAC വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിണക്കിയിട്ടുള്ള ഒരു സംഭവമാണ് ബിൽഡിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് പലർക്കും പല രീതിയിലുള്ള സ്കിൽ ഡെവലപ്പ് ചെയ്യാം. ചിലർ HVACയിലായിരിക്കും, ഡക്റ്റ് അതുപോലുള്ള AC റിലേറ്റഡ് ആയിട്ടുള്ള ഇതിലായിരിക്കും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ചിലർ സെക്യൂരിറ്റി സിസ്റ്റം സർവൈലൻസിലായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. എന്നിരുന്നാൽ പോലും അവർ ഈ ഓവറോൾ ബിൽഡിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽ അവർ എക്സ്പീരിയൻസ് സ്കിൽ ഡെവലപ്പ് ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും വലിയ നേട്ടം. ഇപ്പോൾ സപ്പോസ് ഞാനൊരു പുതിയ ELV ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്നൊരു പ്ലാനായിട്ട് മുന്നോട്ട് വരികയാണ്, സാറിന് അപ്പം എന്ത് സന്ദേശമാണ് എനിക്ക് നൽകാനുള്ളത്, ഒരു ഗൈഡൻസ്? നമ്മൾ ഏതൊരു ELV എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ബിൽഡിംഗ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് കസ്റ്റമർ അല്ലെങ്കിൽ ക്ലയൻറ്റ് നമ്മളെ വളരെ വിശ്വാസത്തിൽ ഏൽപ്പിക്കുന്ന ഒരു സംഭവമാണ്. ഇതിനകത്ത് നമ്മൾ കാണിക്കുന്ന ഓരോ പ്രവൃത്തികളും, കാര്യം നമ്മൾ മുൻപ് കേറ്റ്സ് എന്ന് പറയുന്ന കേറ്റ്സിന് പറഞ്ഞിട്ടുണ്ട്, ഒരു ആക്സസ് കൺട്രോൾ നമ്മൾ ഫിക്സ് ചെയ്യുന്നു. ആ ആക്സസ് കൺട്രോൾ ഫിക്സ് ചെയ്യുമ്പോൾ അതിനകത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇൻ കേസ് പവർ എന്തെങ്കിലും ഫെയിലർ ആവുകയോ പോകാൻ പറ്റാതെ വരുമ്പോൾ അതിൻ്റെ ഷട്ടർ ഓപ്പൺ ചെയ്ത് അതിനെ ഓപ്പൺ ചെയ്യുന്ന രീതി. അപ്പോൾ എന്ന് പറയുന്ന പോലെ ഇവരുടെ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റിയാണ് നമ്മൾ കൈകാര്യം ചെയ്തത്. അപ്പോൾ കസ്റ്റമറിന് കൊടുക്കുന്ന സർവീസും അത് കൊടുക്കുന്ന പ്രോഡക്റ്റും അങ്ങേയറ്റം ഗുണമേന്മയുള്ളതായിരിക്കണം. കാര്യം ഇത് അവരുടെ ലൈഫുമായിട്ടുള്ള ഇതാണ്, അവരുടെ ബിൽഡിങ്ങിനെ നമ്മളാണ് ഇത്. ഇപ്പോൾ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. നമ്മളിപ്പം അറിയാം ഇപ്പോഴത്തെ ഉള്ള വാഹനങ്ങൾ
ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു സ്പാർക്ക് ഉണ്ടായാൽ അതിൻ്റെ ഡോറ് ഫുൾ ലോക്കാവും, അതിനകത്ത് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത സംഭവങ്ങളുണ്ട് എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഇന്നത്തെ വേൾഡ്. മൊത്തം ഇലക്ട്രോണിക്സുകളാൽ ഒരു ചെറിയ സ്പാർക്കിൽ അതെല്ലാം ലോക്കാവും. അപ്പോൾ കൊടുക്കുന്ന സാധനങ്ങൾ 100% എഫിഷ്യൻ്റ് ആയിരിക്കണം. അവർക്ക് അതിനുള്ള കൃത്യമായ എല്ലാ മാനദണ്ഡങ്ങളും നോക്കി അത് ഇംപ്ലിമെൻ്റ് ചെയ്യണം. ഇതൊക്കെ ചെയ്യുകയും നല്ല ഒരു റാപ്പോ ബിൽഡ് ചെയ്ത് കൃത്യമായ കസ്റ്റമറിനെ കണ്ടിന്യൂസ് ആയിട്ട് അവരെ നിലനിർത്താൻ പറ്റുകയാണെങ്കിൽ ELVയിൽ ആയാലും ബിൽഡിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിലായാലും ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു പുതിയ എൻ്റർപ്രണർ എന്നുള്ള രീതിയിൽ ധാരാളം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. 100% എഫിഷ്യൻസിയോട് കൂടി ചെയ്യാൻ പറ്റുന്ന ഒരു ഇംപ്ലിമെൻറ്റേഷൻ തീർച്ചയായിട്ടും 100%ഓടുകൂടി ചെയ്യാന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കേബിൾ പോലും നമ്മുടെ ത്രെഡാണ്. കാര്യം ഒരു നോർമൽ ഒരു ലോക്കൽ കേബിൾ ഇട്ടാൽ അതിനകത്ത് കത്തിയെരിഞ്ഞ് സ്പാർക്ക് ഉണ്ടായി പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അതുപോലും നമ്മൾ അത്രയും ക്വാളിറ്റിയുള്ള കാര്യങ്ങൾ ചെയ്യിപ്പിക്കണം. തീർച്ചയായിട്ടും. ബിൽഡിംഗ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന മേഖലയിലേക്ക് പുതിയ പ്രൊഫഷണലുകളെ വാർത്തെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയ കേവ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്കിൽ ഡെവലപ്മെന്റ് എഞ്ചിനീയറിംഗ് മേഖലയ്ക്ക് തന്നെ ഒരു പുതിയ മുതൽക്കൂട്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു.